അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം ട്രെയിനിലാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ രാമേശ്വരത്ത് നിന്ന് മംഗലാപുരത്തോട്ട് ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ട്രെയിനാണ് ഞാൻ ഈ കയറിയിട്ടുള്ള രാമേശ്വരം മംഗലാപുരം എക്സ്പ്രസ്. അതായത് നമ്മുടെ മലബാർ ഭാഗത്തോട്ട് രാമേശ്വരത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരാൻ പറ്റും. അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തിരൂർ ആ ഭാഗത്തോട്ടൊക്കെ ഉള്ളവർക്ക് മംഗലാപുരത്തും അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഈ ഭാഗത്തു നിന്ന്, അതായത് രാമേശ്വരത്തു നിന്നും പഴനിയിൽ നിന്നും മധുരയിൽ നിന്നൊക്കെ ഇനി നേരിട്ട് വരാൻ പറ്റും. അതിന് പറ്റിയ ട്രെയിനാണ് ഈ ഒരു ട്രെയിന്. അതിൻ്റെ ആദ്യത്തെ യാത്ര രാമേശ്വരത്ത് നിന്ന് ഇപ്പോൾ എടുത്തതാണ്. രാമേശ്വരത്ത് നിന്ന് എടുത്തിട്ട് പാമ്പൻ പാലമൊക്കെ കടന്ന് ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ സ്ലീപ്പറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് രാമേശ്വരത്ത് എൻ്റെ റെനോവേഷനും പണിയൊക്കെ നടക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാനിതിൻ്റെ എന്താ പറയുക, ഇൻട്രോ ട്രെയിനിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പാമ്പൻ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്താറായി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പാമ്പൻ പാലം കടക്കും. ഈ ഒരു ട്രെയിനിൻ്റെ ആദ്യത്തെ യാത്രയാണിന്ന്. നമ്മൾ അവിടുന്ന് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടായിരുന്നു ഇത് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് തേർഡ് AC ആയിരുന്നു. അതിൻ്റെ വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല, ഒന്ന് കയറി കാണണം. അതിൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് അതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിവിടെ രാമേശ്വരം സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന വഴിയാണെന്നുള്ളൂ ഇവിടെ. കാരണം നമ്മുടെ രാമേശ്വരം സ്റ്റേഷൻ്റെ റിനോവേഷനാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് വലിയൊരു ബിൽഡിങ്ങോട് കൂടിയിട്ടുള്ളൊരു സ്റ്റേഷനാക്കിയിട്ടാണ് ഇത് മാറ്റാൻ പോകുന്നത്. ഇനി അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് ഇവിടെയായിട്ടാണ് വരിക. ഇപ്പോൾ അതിവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് പണി പൂർത്തിയാവാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ റോഡ് വഴി സ്റ്റേഷനിലോട്ട് പോകേണ്ടി വരുന്നത്. അങ്ങനെ അകത്തോട്ട് കയറി ശരിക്കും രാമേശ്വര സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഡെഡ് എൻഡ് ആണ്. ഇവിടം വരെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വരുന്നുള്ളൂ. അതായത് ഓരോ ഭാഗത്ത് അവസാനിക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് ധനുഷ്കോടിയിലോട്ട് പണ്ട് കാലത്ത് ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ട്രാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് ട്രെയിനൊന്നും പോകുന്നില്ല. ഇതാണ് രാമേശ്വര സ്റ്റേഷൻ വരുന്നത്. ഇവിടുന്ന് ഇപ്പം മധുരയ്ക്ക് പോകേണ്ട ഒരു പാസഞ്ചർ അത് പോവാണ്. അതിൻ്റെ ലോക്കോമോട്ടീവാണ്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ലിവറി ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള 2 ലോക്കോമോട്ടീവ് ഉണ്ട്. രണ്ടും സെയിമാണ്. ഒന്നിന് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ അടിച്ചതുകൊണ്ടാണ് ആ ഒരു ഭംഗി തോന്നുന്നത്. അതിപ്പോൾ ഇവിടുന്ന് എടുക്കും. ഏകദേശം സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം അവിടെ ഏതാ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു കളറും അടിച്ചു വെച്ചിട്ട്. അങ്ങനെ ഈ ഒരു ട്രെയിൻ ഇത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് 3 മണിയായപ്പം. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് 3:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാമേശ്വരത്ത് നിന്ന് 3:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ മംഗലാപുരം എത്തുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെയാണ് ഈ ട്രെയിൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചാനലുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇന്ന് രാവിലെ 10:30ക്ക് എത്തിയിട്ട് ഇന്ന് തന്നെ 3:30ക്ക് ഈ ട്രെയിൻ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിന് വന്നിട്ട് ഈ ട്രെയിൻ തിരിച്ചു പോലും നടക്കൂല. ഒന്നുകിൽ നമുക്ക് മലബാർ ഭാഗത്ത് നിന്ന് ഈ ട്രെയിൻ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അതൊക്കെ പൂർത്തിയാക്കി 3:30ക്ക് ഈ ഒരു ട്രെയിന് തിരിച്ചു പോവാം. ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടേ നമുക്ക് ഈ ഒരു ട്രെയിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇതാ ഇവിടുന്ന് കന്യാകുമാരിയിലോട്ട് പോകുന്ന പാസഞ്ചറാണിത്. അത് ഇവിടുന്ന് എടുത്തു. കറക്റ്റ് 3 മണിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അമൃത എക്സ്പ്രസ് ഇപ്പോൾ ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. അങ്ങനെ കറക്റ്റ് 3:30 ആയപ്പോൾ തന്നെ നമ്മൾ ട്രെയിൻ ഇതാ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഈ ഒരു ടൈമിൽ നാട്ടിൽ തന്നെ നല്ല ചൂടാണ്. അപ്പം തമിഴ്നാട്ടിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, നല്ല ചൂടാണ്. ഇത് രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടേ മൊത്തം വെയിൽ കൊണ്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഇങ്ങനെ പുഴുങ്ങുന്ന ഫീലാണ് മൊത്തത്തിൽ കിട്ടുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് തേർഡ് AC ആയിരുന്നു വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് സ്ലീപ്പറിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ രണ്ടും നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോയി വരാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ ഇതാ നമ്മൾ രാമേശ്വരത്തോട് വിട പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയാണ്. നിങ്ങളെ പാരൽ റണ്ണിങ് കണ്ടിട്ടുണ്ടോ? നമ്മളെ ട്രെയിൻ പോകുന്ന അതേ ഡയറക്ഷനിലോട്ട് മറ്റൊരു ട്രെയിൻ വരുന്നത് കണ്ടോ? ഇതാണ് പാരൽ റണ്ണിങ്. ആ ഒരു ലിവറി കണ്ടോ? അതായത് ലോക്കോമോട്ടീവ് WDP 4D ആണ്. എന്ത് ഭംഗിയാണ്! നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കൊടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒപ്പം തന്നെ വരുന്നു നോക്ക്. ഒരേ ഡയറക്ഷനിൽ 2 ട്രാക്ക് കൂടെ 2 ട്രെയിന്. നമ്മളെ ഓവർടേക്ക് ചെയ്യും തോന്നുന്നു. നമ്മൾ സ്ലോ ആയി. ഓവർടേക്ക് ചെയ്ത് പോന്ന്. അയ്യോ അടിപൊളി. ഇതൊക്കെ ഇവിടെ മാത്രമായിട്ടാ കാണാൻ പറ്റൂ. നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും.
ലോറി പോകുന്ന പോലെ ഉണ്ട് അല്ലേ? നമ്മൾ ഫസ്റ്റായി, അത് സ്ലോ ആക്കി. ഒക്കെ 2026 മേഡ് കോച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് കാണിച്ചത് ഇത് കണ്ടോ? അതായത് നമുക്ക് USB കുത്താൻ പറ്റും. C ടൈപ്പ് ഡയറക്റ്റ്, അതായത് നമ്മുടെ ഐഫോണിൻ്റെ ഒക്കെ ചാർജറിൽ അത് ഡയറക്റ്റ് കുത്താം. പിന്നെ പ്ലഗ് വരുന്നുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും അതിനുള്ള പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇനി പാമ്പൻ പാലത്തിലോട്ട് കയറാൻ പോവാ. അവിടെ നിന്നാണ് അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച കാണാനുള്ളത്. റോഡ് ഇതുവഴി മുകളിലേക്ക് പോവും. നമ്മളിവിടുന്ന് വളഞ്ഞ് താഴെക്കൂടെയും പോവും. അങ്ങനെതാ നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. എത്ര തവണ നമ്മൾ ഇതിൽ വന്നാലും വീണ്ടും വരുന്ന സമയത്ത് ഒരു പുതുമയാണ്, ഒരു വണ്ടറാണ്. അതാണ് ഈ ഒരു രസം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ കടലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കും. ആ ഒരു ഭംഗി കണ്ടോ? രണ്ട് ഭാഗത്തും നമുക്ക് കടൽ കാണാൻ പറ്റും. അതിൻ്റെ നടുവിലൂടെ വലിയൊരു പാലം, അതിൻ്റെ സൈഡിലായിട്ട് പഴയ പാലം, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് റോഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേറെ എവിടെയാണ് കിട്ടുക? എന്ത് രസമാണ് നോക്ക്. ആ വെള്ളത്തിലേ നമ്മളിങ്ങനെ വെയിലടിച്ചിട്ട് ഒരു പച്ചയും നീലയും കൂടി ചേർന്നൊരു കളർ കണ്ടില്ല, എന്ത് ഭംഗിയാണെന്നറിയോ? എനിക്കിത് നിങ്ങൾ ഈ കാണുന്ന, അതായത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ് ഞാനിതൊന്ന് ഡയറക്റ്റായിട്ട് കാണുന്നത്. ഒരിക്കലെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ട്രെയിനിൽ ഒരുപാട് മനോഹരമായ റൂട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ട ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ ട്രെയിൻ ഇപ്പം വന്നിട്ടുണ്ടല്ലോ, ഇതിലും വരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തെക്കോട്ടുള്ളവർക്ക് അമൃത എക്സ്പ്രസ്സിന് വരാൻ പറ്റും. ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും, കേരളത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും രാമേശ്വരത്തോട്ട് ഇപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ആ രണ്ട് വഴിയും നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. പാലം കഴിഞ്ഞാലും കുറേ ദൂരം നമുക്ക് ഈ ഒരു കടലിൻ്റെ ഭാഗം ഇങ്ങനെ കാണാൻ നല്ല രസമാണത്. നിങ്ങൾ ആ ഒരു കടലിൻ്റെ കളറ് കണ്ടോ? ഈ ഭംഗി നമുക്കിങ്ങനെ കണ്ടാസ്വദിച്ച് പോകാൻ എത്ര സ്ഥലത്ത് പറ്റും, അതും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം. രണ്ട് സൈഡും കടല. അതിൻ്റെ നടുക്കൂടെയാണ് ഈ റോഡും ഈ റെയിലും പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മണ്ഡപ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പം ഇത് സിംഗിൾ ലൈനാണ്. ഇതെന്നറിയോ? നമ്മുടെ മധുരൈ മുതൽ രാമേശ്വരം വരെയുള്ള റൂട്ട് സിംഗിൾ ലൈനാണ്. സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ വരുമ്പം വേറെ ട്രെയിൻ പോകണമെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ പിടിച്ചിടണം. അങ്ങനെ ഇപ്പോൾ നമ്മളെ പിടിച്ചിട്ടത്, അതായത് മധുരയിൽ നിന്ന് രാമേശ്വരത്തോട്ട് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്, അത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കടന്നു പോയിട്ട് നമ്മളെ ട്രെയിൻ ഇവിടുന്ന് പോകുള്ളൂ. നമ്മുടെ ഈ പുതിയ പാമ്പൻ പാലമില്ലേ, അതിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ ട്രെയിനുകളും, രാമേശ്വരത്തോടുള്ള ട്രെയിനുകളൊക്കെ ഇവിടെയായിരുന്നു അവസാനിച്ചിരുന്നത്. ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പണിയൊക്കെ പൂർത്തിയായി തുറന്നതിന് ശേഷമാണ് അവിടം വരെ തുറന്നു കൊടുത്തത്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ആ പാസഞ്ചർ വരും. അത് പോയതിന് ശേഷം നമ്മളെ ട്രെയിനിന് ഇവിടുന്ന് എടുക്കുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പാസഞ്ചർ ട്രെയിനാണ് വരുന്നത്. അപ്പോൾ ഇത് വന്ന് പോയാലാണ് നമ്മൾ ട്രെയിനിന് എടുക്കുള്ളൂ. അപ്പോൾ ഇതിവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കും. അങ്ങനെ ഈ ട്രെയിനിന് ഇവിടുന്ന് സിഗ്നൽ കിട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ പോകും. ഈ ഒരു സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നുമില്ല. ഈ ഒരു ട്രെയിൻ വന്നപ്പം അതിൽ നിന്നിറങ്ങിയ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വൈകുന്നേരം 4 മണിയായിട്ടും നല്ല ചൂടാണ് ഇവിടെ ഈ ഒരു മണ്ഡപം സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത്. അതായത് നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുന്ന ടൈപ്പിലൊരു ചൂടാണ് ഇവിടെ. കുറച്ചേരം കിടന്നേ കുറച്ചേരം അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഇപ്പം രാമനാഥപുരം എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് പരമക്കുടിയാണ്. പരമക്കുടി നമ്മൾ ഇപ്പോൾ സമയം 4:45 ഉള്ളൂ. 5 മണിയാകുമ്പോഴത്തേക്ക് എത്തുള്ളൂ. പിന്നെ അവിടെ 6:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ മധുരൈ ജംഗ്ഷൻ എത്തും. ഇപ്പോൾ രാമനാഥപുരം എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. ഞാൻ കുറച്ചേരം കിടന്ന്, നല്ല ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോഴേ തമിഴ്നാട്ടിൽ ഈ ഒരു സമയത്ത്. പിന്നെ ഇത്രയും നേരം വെയിലത്തിട്ടതുകൊണ്ട് ഇത് സ്ലീപ്പർ കോച്ചും കൂടി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ കിടന്ന് അപ്പം ഇറങ്ങിപ്പോവും.
അതാ പറ്റിയത്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഇനിയിപ്പം ഇല്ല, ഒറ്റ സ്റ്റേഷൻ മിസ്സായിട്ടുണ്ട്, രാമനാഥപുരം എന്ന് പറഞ്ഞിട്ട്. അടുത്തത് പരമക്കുടി. നമ്മൾ 5 മണിയാകുമ്പോഴത്തേക്ക് എത്തും. പുറമേ അങ്ങനെ കാണാനൊന്നുമില്ല, ഫുൾ വെയിലാണ് പുറത്തോട്ട്. ഞാൻ കാണിച്ചു തരാം. ആ റോഡ് ഇങ്ങനെ വരുന്നുണ്ട്, വേറെ ഒന്നും കാണാനായിട്ടില്ല. ആ റോഡിലൂടെ ഒരു ബൈക്ക് പോകുന്നുണ്ടോ? പുള്ളി മിക്കവാറും ധനുഷ്കോടിയിൽ നിന്ന് വരികയായിരിക്കും. നല്ല പോക്കാ പോകുന്നത് കണ്ടോ, നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ തന്നെ നല്ല സ്പീഡിലാണ് പോകുന്നത്. നോക്ക്, നമുക്ക് ഒരിക്കലും ബൈക്ക് എടുത്തിട്ട് ഇവിടെ വരാം, ധനുഷ്കോടി വരാം. നല്ല രസമല്ലേ പോകുന്നത്. ഈ സമയത്തൊന്നും പറ്റൂല, ചൂടൊക്കെ മാറിയിട്ട്. പുള്ളി നോക്ക്, നല്ല രസമായിരിക്കും ബൈക്ക് എടുത്തിട്ട്. ഒറ്റയ്ക്കാണ്, അപ്പോൾ അതൊരു വേറെ വൈബാണ് ഒറ്റയ്ക്ക് ബൈക്ക് എടുത്തിട്ട് പോകാന്ന് വെച്ചാൽ. നമ്മളിപ്പോൾ അടുത്ത സ്റ്റേഷനായിട്ടുള്ള പരമക്കുടിയിലോട്ട് എത്തിയിട്ടോ. അപ്പം അവിടുന്ന് രാമേശ്വരത്ത് നിന്ന് ട്രെയിൻ എടുത്ത് രാമനാഥപുരം കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനാണ് പരമക്കുടി. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് മധുരൈ ജംഗ്ഷനാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷെ തിരക്ക് മുഴുവൻ ജനറൽ കയറാനായിട്ടാണ്. സ്ലീപ്പറിലോട്ടും ഇതിലോട്ടൊക്കെ ആൾ കുറവാന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കുള്ള സ്റ്റേഷനാണ്. നമ്മുടെ 3 പ്ലാറ്റ്ഫോമുള്ള നമ്മുടെ കൊയിലാണ്ടി സ്റ്റേഷൻ പോലെ തന്നെ. അത് കൊയിലാണ്ടി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ എൻ്റെ വീട് നിൽക്കുന്ന സ്റ്റേഷനാണ്. അതാണ് ഞാൻ കൊയിലാണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് കേട്ടോ. ആ ഒരു സ്റ്റേഷൻ പോലെ തന്നെ അവിടെയും 3 പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടോ ജനറലിലോട്ടാണ് കൂടുതലും ആൾക്കാർ കയറാൻ പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ മധുരൈ ജംഗ്ഷനാണ്. അവിടെ എത്തുമ്പം 6:15 ഇവിടെ ഏതൊരു ക്ഷേത്രം ഉണ്ട് തോന്നുന്നു, പാട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ വഴിയില്ല. പരമക്കുടി കഴിഞ്ഞു. ആ ഒരു പാലം കണ്ടോ, അതാണ് രാമേശ്വരത്തോട്ട് പോകുന്ന നേരത്തെ നമ്മൾ കണ്ട റോഡില്ലേ, ആ പാമ്പൻ പാലത്ത് നിന്ന് ആ റോഡായത്. ട്രെയിനിലൊന്നും ആരുമില്ല, മൊത്തം കാലിയാണ്. ഇതുവരെ ആരും വന്നിട്ടില്ല, ഇനിയിട്ട് വരും തോന്നില്ല. എൻ്റെ ബർത്ത് ഇവിടെ വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ ആയിട്ടേ ഒരു കൊടി കണ്ടോ, അത് തമിഴ്നാടിൻ്റെ കൊടിയാണ് കേട്ടോ. അത് കാണുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഒരു സ്റ്റേറ്റ് കൊടി ഇല്ലാത്തേ ഉള്ളൂ. ബാക്കി കർണാടകയ്ക്കും തമിഴ്നാടിനൊക്കെ ഉണ്ട്. ഇവിടെ ഈ ചൂട് കാലാവസ്ഥയിൽ മൊത്തം അങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നതാണ്. അത് ഡ്രൈ ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഇനി അത് ഏപ്രിൽ മെയ് ഒക്കെ കഴിഞ്ഞ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഡ്രൈ ആവും. കാരണം നമ്മുടെ ഇടവപ്പാതി അതിവിടെ കിട്ടൂല. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ നമ്മൾ വിളിക്കുന്ന കാലവർഷമല്ലേ, അത് സഹ്യപർവ്വതമുള്ളത് കൊണ്ട് തമിഴ്നാട്ടിൽ പെയ്യുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ചൂട് അറിയാത്തത്. ജൂൺ ജൂലൈ ആണ് നമ്മുടെ ഏറ്റവും ചൂട് എന്ന് പറയുന്നത്. നമുക്കത്ര അറിയാത്തത് ആ ഇടവപ്പാതി ഉള്ളതുകൊണ്ടാണ്, ആ മഴക്കാലം നമുക്കുള്ളതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് ഒരു സ്റ്റേഷൻ വിട്ടുപോയി. അതായത് പരമക്കുടി കഴിഞ്ഞിട്ട് മധുരൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്. മധുരൈ ജംഗ്ഷൻ എത്തുന്നതിൻ്റെ മുന്നേ ആ ഒരു സ്റ്റേഷനാണ് ഇപ്പോൾ ഈ എത്തിയത്. അത് മധുരൈ ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് മധുരൈ ജംഗ്ഷൻ വരുന്നത്. അപ്പം ഇതാണ് മധുരൈ ജംഗ്ഷൻ. ഇതും ജംഗ്ഷനാണ്, അടുത്തതും ജംഗ്ഷനാണ്. കാരണം ഈ ട്രെയിൻ അനൗൺസ് ചെയ്യുന്നത്. അതായത് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ട്രാക്ക് വരും. അപ്പോൾ ഇവിടെയും ജംഗ്ഷനാണ്, അടുത്തതും ജംഗ്ഷൻ. കുറേ പോലീസുകാരുണ്ട് അവിടെ. ഞാൻ അവിടെ നിന്നൊരു ചായ വാങ്ങിച്ചു. സമയം 5 മണി ആവാറായില്ല. നല്ല വെയിലും നല്ല ചൂടും. ഇതും 3 പ്ലാറ്റ്ഫോമുള്ള ഒരു സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റേഷൻ വരുന്നത് മധുരൈ ജംഗ്ഷനാണ്. ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലോട്ട് ട്രാക്കുകൾ വരുന്നതുകൊണ്ടാണ് ജംഗ്ഷനായിട്ട് മാറുന്നത് ഓരോ സ്റ്റേഷനും. അപ്പോൾ ഇവിടെ ജംഗ്ഷൻ വന്നത്
മധുരയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ വന്ന രാമേശ്വരം റൂട്ട് കൂടാതെ ഇവിടുന്ന് തിരുനെൽവേലിക്കും അതുപോലെ തന്നെ കന്യാകുമാരിയിലോട്ടും ചെന്നൈയിലോട്ടൊക്കെ വേറെ വേറെ ട്രാക്കുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിലോട്ട് പോകുന്ന സ്റ്റേഷനുകളെയാണ് ജംഗ്ഷൻ സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് മധുരൈ ഒരു ജംഗ്ഷനായിട്ട് മാറിയത്. നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയാൽ ഒരു പാസഞ്ചർ പോകുന്നത് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ ട്രെയിൻ പോകുന്ന ട്രാക്ക് നേരെ കന്യാകുമാരിയിലോട്ടാണ്. അപ്പോൾ ആ ഒരു ട്രാക്ക് അതുവഴി പോവും. നമ്മളീ വരുന്ന ട്രാക്ക് രാമേശ്വരത്തോട്ട് വരും. പിന്നെ അതുപോലെ ചെന്നൈയിലോട്ട് വേറൊരു ട്രാക്ക് ഉണ്ട്. അത് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ചെന്നൈ ഭാഗത്തോട്ട് പോവും. അതുപോലെ തന്നെ തിരുനെൽവേലി ഭാഗത്തോട്ടും. ഇത്രയും ഭാഗങ്ങളിലേക്ക് ഇവിടെ മധുരൈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വേറെ വേറെ ട്രാക്കുകൾ വരുന്നുണ്ട്. നമ്മളിത് അപ്പം മധുരൈ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറിയാൻ പോവാം. ഇവിടെ ഒരു വേബ്സവൻ കിടക്കുന്നുണ്ടോ? മധുരൈ ജംഗ്ഷൻ. നമുക്ക് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലോട്ടൊക്കെ പോകാൻ ഇവിടെ ഇറങ്ങിയാൽ മതി. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് സ്റ്റേഷനിൽ. അപ്പോൾ ഇതിലോട്ടും ആൾക്കാർ കയറാനുണ്ടാവുമെന്നാണ് തോന്നുന്നത്. നോക്കാം. നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്, ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഇത്. പുനലൂർ പാസഞ്ചർ അല്ല, എക്സ്പ്രസ് അതല്ലേ? മധുരൈ പുനലൂർ എക്സ്പ്രസ്സാണ് കിടക്കുന്നത് അവിടെ. അവർ ICF കോച്ചായിട്ട്. സമയം ഇപ്പം 6:06. ഇവിടെ കണ്ടോ, നല്ല വൃത്തിയാണ്. ഇവർ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ലപോലെ. എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തു കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ മധുരയിൽ നിന്നും എടുത്തു. ഇവിടെ കണ്ടോ ഒരു വേബ് 4 ആരക്കോണം ഷെഡിൻ്റെ ഒരു വേബ് 4 അവിടെ കിടക്കുന്ന. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു വേബ് 4. അങ്ങനെ നമ്മൾ മധുരയും കഴിഞ്ഞ് ഇവിടെ ഒരു വേബ് 7 ഈറോഡ് ഷെഡിൻ്റെ കിടക്കുന്നുണ്ട്. എത്ര ട്രെയിനുകളാണ്, എത്ര ലോക്കോമോട്ടീവുകളാണ്. അങ്ങനെ ഇനിയിപ്പം നമ്മുടെ അടുത്ത മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഡിണ്ടിഗലാണ്. ഡിണ്ടിഗൽ ജംഗ്ഷൻ. നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്ക് ഡിണ്ടിഗൽ എത്തും. അവിടെയായിട്ടേ മൊത്തം ചുവന്ന് കിടക്കുന്ന ആ മലകൾക്ക് താഴെ കുറേ കുട്ടി 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 വീടുകൾ. നമ്മളിങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മൾ കട്ടകൾ അടുക്കി വെക്കൂലേ, അതുപോലെ തോന്നുന്ന കുറേ വീടുകൾ പല കളറുകളായിട്ട്. നല്ല ഭംഗിയില്ല അതിങ്ങനെ കാണാൻ. കുറേ വീടുകളെല്ലാം ഇങ്ങനെ ചതുരാകൃതിയിൽ വെച്ച പെട്ടികൾ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ടാണ് നമുക്ക് അത്ര വിസിബിലിറ്റി കിട്ടാത്തത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ക്ഷേത്രം. ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളൊക്കെ കാണാൻ ഇതുപോലെ തന്നെയാണ് ഉള്ളത്. നമ്മളെ ഇപ്പം മധുരയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനിൽ പഴനിയൊക്കെ വരാനുണ്ട്. പഴനീൻ്റെ മുന്നേ ഒരു സ്റ്റേഷനുണ്ട്. ഇനി അങ്ങോട്ട് ഇരുട് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ട്രെയിൻ മംഗലാപുരം വരെ ആണല്ലോ. ഒരു പക്ഷേ കോഴിക്കോട് ഇറങ്ങണം എന്നുണ്ട്, അല്ലെങ്കിൽ മംഗലാപുരം വരെ പോകും. കാരണം നമ്മൾ മംഗലാപുരം തൊട്ട് രാമേശ്വരം വരെയുള്ള ഇതേ ട്രെയിനിൻ്റെ 3rd AC ഒരു യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് റൺ. അത് ഇങ്ങോട്ടേക്കുള്ള ആദ്യത്തെ യാത്ര. ഇത് തിരിച്ചുള്ള ആദ്യത്തെ യാത്രയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നോക്കട്ടെ. കാരണം പുലർച്ചെ 1:45 കോഴിക്കോട് എത്തുക. രാവിലെ 6 മണിക്കാണ് നമ്മൾ മംഗലാപുരം എത്തുക. അപ്പോൾ 1:45 എണീറ്റ് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചിലപ്പം കോഴിക്കോട് ഇറങ്ങും എണീക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ മംഗലാപുരം പോയിട്ട് അവിടെ ഇറങ്ങാം. നോക്കാം എന്തായാലും. കാരണം മംഗലാപുരം പോയിട്ട് ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് വീണ്ടും വരണ്ടേ. നമ്മൾ ഇതിൻ്റെ ഏറെക്കുറെയുള്ള കാഴ്ചകളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടല്ലോ, എന്നാലും നോക്കാം. നമ്മളിപ്പം ഒരു സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനാണ്. ഇവിടെ സ്കിപ്പ് ചെയ്ത് പോവേ ഉള്ളൂ. അതേതാ സ്റ്റേഷൻ നോക്കട്ടെ. കൊടൈക്കനാൽ റോഡാണോ എന്ന് തോന്നുന്നുണ്ട്. കൊടൈക്കനാൽ റോഡ് കൊടൈക്കനാലിലോട്ട് പോകാനുള്ള സ്റ്റേഷനാണ്. പക്ഷേ ഇവിടുന്ന് 80 കിലോമീറ്റർ ഉണ്ട്. യെസ്, അത് തന്നെയാന്ന് തോന്നുന്നു, കൊടൈക്കനാൽ റോഡ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ലെവൽ ക്രോസ്. കുറേ ബൈക്കൊക്കെ ഉണ്ട്. കൊടൈക്കനാൽ റോഡ്. ഇവിടെ സ്റ്റോപ്പില്ല. അവിടെ കണ്ടോ, അത് നമ്മുടെ ട്രാക്ക് മെയിൻ്റനൻസിൻ്റെ, അതായത് ഈ കാണുന്ന മെറ്റലൊക്കെ കറക്റ്റ് ലെവൽ ചെയ്യുന്നതും ഇടുന്നതും ലെവലാക്കുന്നതും അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അവിടെ ഗ്രീന് സ്റ്റോപ്പില്ല.
അപ്പുറത്തെ സൈഡൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് സ്റ്റേഷൻ വരുന്നത്. കൊടൈക്കനാൽ റോഡ്. നമ്മൾ സ്റ്റോപ്പൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഇതാ സമയം ഏകദേശം സന്ധ്യ കഴിയാറായി. കുറേ പക്ഷികളൊക്കെ അതാ കൂടുകളിലോട്ട് പോയി തുടങ്ങി. ആകാശം ആ ഒരു ചമ്പൻ കളറിലോട്ട് മാറി വരികയാണ്. ഇങ്ങനെ ഇരുട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ. നിങ്ങൾക്കത് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭംഗി ഞാനിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ആ ഭംഗി കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷ്വൽ എടുത്തത്. പക്ഷേ എനിക്ക് നേരിട്ട് ഞാൻ കണ്ട ഒരു ഭംഗി ക്യാമറയിലോട്ട് പകർത്തിയപ്പോൾ വന്നില്ല. ഏതായാലും നമ്മളിതാ രാത്രിയിലോട്ട് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുക. നമ്മളിതാ നമ്മുടെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള ദിണ്ടിക്കൽ ജംഗ്ഷനിലോട്ട് എത്തി. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കണം. നല്ല വിശപ്പുണ്ട്. കാരണം ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് പഴനിയാണെന്ന് തോന്നുന്നു. പിന്നെ പൊള്ളാച്ചി, പിന്നെ പാലക്കാട്. അങ്ങോട്ടൊന്നും പിന്നെ ഫുഡൊന്നും കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല. എന്തെങ്കിലും ഫുഡ് കിട്ടുമെങ്കിൽ ഇവിടെയേ കിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കണം. നല്ല വിശപ്പുണ്ട്. ഫുഡ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നോക്കാം. അല്ല ചപ്പാത്തിയോ. അങ്ങനത്തെ അവിടുന്ന് നമ്മുടെ രാത്രി കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചതാ. ഇത് പൊറോട്ടയാണ്. നമ്മുടെ ബൺ പൊറോട്ട കുറച്ചുകൂടി കട്ടിയുണ്ടായിരുന്നു ബൺ പൊറോട്ട എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു നമ്മുടെ പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 3 എണ്ണം. അതുകൊണ്ട് വിശപ്പുമാറൊന്നും അറിയില്ല. പിന്നെ കറി കുറുമയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് 60 രൂപയാണ് മൊത്തം. അതാ എൻ്റെ റേറ്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ നമ്മളിതാ പഴനി റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുന്നു. ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്. പഴനി ക്ഷേത്രത്തിലോട്ടൊക്കെ പോകേണ്ടവർക്ക് ഇതാണ് പഴനി സ്റ്റേഷൻ. നിങ്ങൾക്ക് അവിടെ പഴനി ക്ഷേത്രത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവിടെ ഇറങ്ങിയാൽ മതി. ഈ ട്രെയിനിന് വന്നാൽ രാവിലെ ഇവിടെ വന്നിട്ട് ഇറങ്ങാൻ പറ്റും. എന്നിട്ട് വൈകുന്നേരം ഇവിടുത്തെ അവിടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഇതേ ട്രെയിന് തിരിച്ചു പോകാം. രാമേശ്വരത്ത് ഈ ട്രെയിന് കുറച്ച് സമയമേ ഉള്ളൂ, നടക്കൂല. പക്ഷേ പഴനിയിൽ ഈ ട്രെയിൻ കറക്റ്റാണ്. അങ്ങനെ പഴനിയോട് നമ്മൾ ഇവിടെ പറഞ്ഞു. കണ്ടോ, അവിടെ മുകളിലൊരു മലയുടെ മുകളിൽ ലൈറ്റ് കാണുന്നില്ലേ, അതാണ് പഴനി ക്ഷേത്രം. രാത്രി ആയതുകൊണ്ട് ആ ലൈറ്റ് ഇങ്ങനെ കാണാം. പകലായിരുന്നു നമുക്ക് സൂം ചെയ്തെടുക്കായിരുന്നു. ഇവിടുന്ന് ശരിക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഉദുമൽപേട്ടാണ്. ഉദുമൽപേട്ട് കഴിഞ്ഞാൽ പിന്നെ പൊള്ളാച്ചി. അങ്ങനെ 2 സ്റ്റേഷനും കൂടി തമിഴ്നാട്ടിലുണ്ട്. പിന്നെ നമ്മൾ പാലക്കാട്. ഇതൊക്കെയാണ് സ്റ്റേഷൻ വരുന്നത്. നമുക്ക് നോക്കാം. പാലക്കാട് എത്തിയിട്ട് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പാലക്കാട് എത്തുമ്പോഴേക്ക് 10:50 ആവും. ഉദുമൽപേട്ടും പൊള്ളാച്ചിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കാട് എത്തുന്നവരെ ഉറക്കം വന്നാൽ ഞാനങ്ങ് ഉറങ്ങും. ഇല്ലെങ്കിൽ നമുക്ക് പാലക്കാട് വരെ കാണാം. പശുക്കൾ കണ്ടോ, രാത്രിയൊക്കെ മേയാൻ വിട്ടിട്ട് കിടക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് പഴനിയുടെ താഴെയുള്ള ഗ്രാമം. നമ്മളിത് അടുത്ത സ്റ്റേഷനെത്തി, ഉദുമൽപേട്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്തത് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചി കഴിഞ്ഞാൽ പാലക്കാട്. ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാണ്. അധികം ട്രെയിനുകളൊന്നും നിർത്താത്ത, എന്നാൽ ഈ ഒരു ട്രെയിൻ നിർത്തുന്ന നമ്മുടെ കൊയിലാണ്ടിയും തലശ്ശേരിയും വടകരയും ഒന്നും സ്റ്റോപ്പില്ലാത്ത ഈ ട്രെയിൻ ഇതേപോലെയുള്ളൊരു കുഞ്ഞ് സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. അതാണ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പവർ. നമുക്ക് ഈ ഒരു കാട്ടുമുക്കിലുള്ളൊരു ചെറിയ സ്റ്റേഷൻ. നമ്മളെ മെയിൻ സ്റ്റേഷനിലൊന്നും ഈ ട്രെയിന് സ്റ്റോപ്പില്ല. അല്ലെങ്കിൽ ഏത് ട്രെയിനാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്? ഓക്കെ, തമിഴ്നാട്ടിലോട്ടാണെങ്കിൽ തമിഴന്മാർക്ക്, കർണാടകത്തിലോട്ടാണെങ്കിൽ കന്നഡക്കാർക്ക്, ഇങ്ങനെയൊക്കെയല്ലേ. ട്രെയിൻ എടുത്തു.
അങ്ങനെ ഉദമൽപേട്ട സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് പൊള്ളാച്ചി. നമ്മളിത് അടുത്ത സ്റ്റേഷനായിട്ടുള്ള പൊള്ളാച്ചി എത്തിയിട്ടോ. സമയം 9:30 പൊള്ളാച്ചി ജംഗ്ഷൻ. നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ പൊള്ളാച്ചി എന്തുകൊണ്ടാണ് ജംഗ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ വന്ന ഡിണ്ടിഗൽ ഭാഗത്തുനിന്ന് വരുന്നൊരു ട്രാക്ക്, അതുപോലെ നമ്മളിനി ഇവിടുന്ന് പോകുന്ന പാലക്കാട് ഭാഗത്തോട്ടുള്ള ട്രാക്ക് കൂടാതെ ഇവിടുന്ന് കോയമ്പത്തൂരിലോട്ടും ഒരു ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങനെ 3 ഭാഗങ്ങളിലോട്ട് ട്രാക്ക് പോകുന്നതുകൊണ്ടാണ് പൊള്ളാച്ചി ജംഗ്ഷനായിട്ട് മാറിയത്. ഇതും 3 പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനാണ്. അതിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വന്നത്. ഇവിടുന്ന് അധികം ആൾക്കാർ കയറാനൊന്നുമില്ല, 1-2 പേരുണ്ട്, ഇത്രയേ ഉള്ളൂ. പഴനിന്നായിരുന്നു നമ്മളെ ട്രെയിനിൽ കുറേ ആൾക്കാർ കയറിയത്. നമ്മളെ കോച്ചിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, തീരെ ആളില്ലാണ്ടൊന്നുമല്ല. ഈ ഒരു മെമു ഇല്ല, ഇത് നമ്മളീ പോകുന്ന ട്രെയിനിൻ്റെ കൂടെ തന്നെ ഇനാഗുറേഷൻ കഴിഞ്ഞ പാലക്കാട് പൊള്ളാച്ചി മെമു ആണ്. ഈ ട്രെയിനിൻ്റെ കൂടെ തന്നെയായിരുന്നു ഇതിൻ്റെ ഫ്ലാഗ് ഓഫ്. അതാട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ബോർഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ നാളെ രാവിലെ ഇത് ഇവിടുന്ന് പാലക്കാടോട്ട് പോകും, എന്നിട്ട് പാലക്കാടും തിരിച്ചു വരും. ആ മെമു ആണിത്. പൊള്ളാച്ചി കുറേ പേര് ഇറങ്ങാനുണ്ട്, കയറാൻ ആൾ കുറവാണെങ്കിലും ഇഷ്ടംപോലെ പേര് കയറാനുണ്ടായിരുന്നു. ഈ മെമു ഇല്ലേ, നാളെ രാവിലെ 5:15 ഇവിടുന്ന് എടുക്കും. 5:15 എടുത്തിട്ട് 7:20 ആകുമ്പം പാലക്കാട് എത്തും. ആ രീതിയിലാണ്. അപ്പം പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്കും പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാടേക്കും പോകുന്നവർക്ക് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പൊള്ളാച്ചിയോടും വിട പറഞ്ഞു. അടുത്ത സ്റ്റേഷൻ പാലക്കാടാണ്. പാലക്കാട് എത്തുന്നവരെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം പാലക്കാട് നമ്മൾ എത്തുമ്പം സമയം 11 മണിയാവും. നല്ല ലേറ്റാവും, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊള്ളാച്ചി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് നമ്മൾ എത്തുമ്പോൾ 11 മണിയാവും. നല്ല ഉറക്ക ക്ഷീണമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് യാത്ര ആയിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ എത്തുന്നവരെ ഇരിക്കാനുള്ളൊരു എനർജി ഇല്ല, അതാണ് സത്യം. പിന്നെ നമ്മൾ നാളെ എണീക്കുന്ന സമയത്ത് മംഗലാപുരം എത്തിയിട്ടുണ്ടാകും. കാരണം ഒരു 5:45 ആകുമ്പോഴത്തേക്ക് മംഗലാപുരം എത്തും. അതിൻ്റെ ഇടയിൽ ഇനി സ്റ്റേഷനൊന്നും നമ്മൾ കാണൂല. മംഗലാപുരം തന്നെ. ഞാൻ കോഴിക്കോട് ഇറങ്ങിയാലൊന്നൊരു ചിന്ത ഉണ്ടായിരുന്നു, പക്ഷെ 1:45 കോഴിക്കോട് എത്തുക. ആ സമയം കോഴിക്കോട് പോയി ഇറങ്ങിയാലും ബുദ്ധിമുട്ടാണ്, നല്ലൊരു ഉറക്കൊന്നും പോകില്ല. അപ്പോൾ ഉറങ്ങി നല്ലപോലെ ക്ഷീണമൊക്കെ മാറ്റി മംഗലാപുരം ഇറങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ എൻഡ് ടു എൻഡും ആയല്ലോ, സ്റ്റാർട്ടിങ്ങിലുള്ള അവസാനം വരെ. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ സ്റ്റേഷനിലൊന്നും കാണാനില്ല. എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മംഗലാപുരം എത്തുമ്പോൾ അവിടെ നിന്ന് കാണാം. അങ്ങനെതാ നമ്മൾ ഇവിടെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇപ്പോൾ സമയം രാവിലെ 5:45 ഉള്ളൂ. ട്രെയിനിവിടെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 6:45. 1 മണിക്കൂർ മുന്നേ നമ്മൾ ഇവിടെ എത്തി. അത് സ്ലാക്ക് ടൈം കൊടുക്കുന്നുകൊണ്ടാണ്, അതായത് ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേഷൻ്റെ ഇടയിൽ ഇങ്ങനെ സ്ലാക്ക് ടൈം കൊടുക്കും. അതെല്ലാ ട്രെയിനും കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇവിടെ എത്തിയതാണ്. നമ്മൾ വന്ന ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് രാമേശ്വരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ എത്തി. അപ്പം അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ട്രെയിനിൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു. അതിൽ നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. അപ്പോൾ നമുക്കിനി എവിടുന്ന് രാമേശ്വരത്തു നിന്നും പഴനിയിൽ നിന്നും അതുപോലെ മധുരയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് മലബാറിലോട്ട് വരാൻ ഈ ഒരു ബെസ്റ്റ് ട്രെയിനാണ്. പക്ഷേ ഇത് വീക്കിലി ആയിട്ടാണ് പോടുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതൊന്നും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ പറയണം, ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും